ശ്രദ്ധിക്കൂ, നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകണമെന്നാണ്. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവനെ പരിഹസിച്ച് അവനെ അപമാനിച്ച് അവന്റെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. മാനവജാതിയുടെ പാപത്തിനു വേണ്ടി താൻ കൊല്ലപ്പെടുവാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടുകൂടി യേശു ദൃഢനിശ്ചയത്തോടെ യെരൂശലേമിലേക്ക് യാത്ര തിരിച്ചു. വളരെയധികം ആളുകൾ അവന്റെ വരവിൽ സന്തോഷിക്കുകയും അവനെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗുരു, നിന്റെ ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിക്കൂ. ഇവരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.